ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ SSC CGL 2024 ടയർ 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റേസിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പിയും ക്യൂവും ഒരു റേസിലെ പാർട്ടാണ്. 400 മീറ്റർ ആണ് റേസ്. പി റൺസ് അറ്റ് 12 km/h. പിന്റെ സ്പീഡ് 12 km/h ആണ്. പി ഗീവ്സ് ക്യൂ എ സ്റ്റാർട്ട് ഓഫ് 20 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ക്യൂവിനോട് പറയുവാണ്, നീ ഒരു 20 മീറ്റർ മുമ്പ് തുടങ്ങിക്കോളൂ. മീൻസ് ക്യൂവിന് ഇനി ഓടാനായിട്ട് 380 ഓടിയാൽ മതി. സ്റ്റിൽ ബീറ്റ്സ് ഹിം ബൈ 30 സെക്കൻഡ്. ഓക്കെ, എന്നിട്ടും പി ആണ് ജയിക്കുന്നത്. പി എടുക്കുന്ന ടൈമിനേക്കാളും ക്യൂ 13 കൂടുതൽ എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ദ സ്പീഡ് ഓഫ് ക്യൂ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒറ്റ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ക്യൂ ആണ് കൂടുതൽ ടൈം എടുത്തതെന്ന്. ക്യൂ 380 ഓടിയാൽ മതി. ക്യൂവിന് 380 ഓടിയാൽ മതി. അവൻ്റെ സ്പീഡ് എക്സ് km/h ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് km/h ആകുമ്പോൾ അതിനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ ഇത് എനിക്ക് ചെയ്യണം. 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവൻ എടുത്ത ടൈം കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ പി എടുത്ത ടൈം കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 13 സെക്കൻഡ് എന്നാണ് കിട്ടേണ്ടത്. 13 സെക്കൻഡ് എന്ന്. ഇവിടെ ഞാൻ 5/18 എടുക്കാനുള്ള കാരണം ഇത് km/h ആയതുകൊണ്ട്. ദെൻ ഇവിടെ നിന്ന് ഒരു 5/18 കോമൺ എടുത്തു കഴിഞ്ഞാൽ 5/18 5 18 മുകളിലോട്ട് വന്ന് എനിക്ക് ഇങ്ങനെ എഴുതാം, 18/5 എന്ന് എഴുതാം അല്ലേ? 18/5. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 380/x അങ്ങനെ തന്നെ എഴുതുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. ദെൻ ഇത് വേണമെങ്കിൽ വെട്ടിക്കളയാം തൽക്കാലം. 3 100 100/3. ആ 5/18 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 65/18. ഓക്കെ, ദെൻ ഇതിനെ മൊത്തത്തിൽ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 380/x എന്ന് പറയുന്നത് 380/x എന്ന് പറയുന്നത് 65/18 100/3. ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ 600/18. ഓക്കെ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ 665/18. 665/18. ഓക്കെ, ദെൻ ഇത് 38 എന്ന് പറയുമ്പോൾ 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇതും 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുവാണ്. 19 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 19 × 3 57. ബാക്കി പോയിട്ട് 95. സോ 35 വരും. ഓക്കെ, 35 വരും. അപ്പോൾ ഞാൻ 19 വെച്ച് കട്ട് ചെയ്തു, ഇത് 35. ഇത് 19 വെച്ച് കട്ട് ചെയ്തു 20. പിന്നെയും കട്ട് ചെയ്യാം, 5 വെച്ച് കട്ട് ചെയ്യാം 4 7. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18 × 4 72/7. 72/7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 10.29 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയും km/h എന്ന് പറഞ്ഞ് കിട്ടും. കാരണം ഓപ്ഷനിൽ km/h ആണ് ചോദിച്ചത്. സോ നമ്മുടെ ഫൈനൽ ആൻസറും km/h ആയിരിക്കും. 10.29 km/h ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ km/h മാറ്റിയിട്ടുണ്ടാകത്തില്ല. കാരണം ബാക്കിയെല്ലാം മീറ്റർ/സെക്കൻഡിലാണ് കിടക്കുന്നത്. സോ അതിനെ ഒന്നെങ്കിൽ നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനമാകുമ്പോൾ വീണ്ടും km/h കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഡയറക്റ്റ് ഇവിടെ എക്സിനെ km/h ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതായിരിക്കും ഷോർട്ട് കട്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു വഴി ഇതാണ്.